നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ കൺഫ്യൂസിങ്ങുമാണ്. കൺഫ്യൂസിങ് ആണെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളുടെ ഒരു ബിൽഡ്, ഒരു മേക്ക് എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടൊരു മേക്കാണ് മനുഷ്യനെന്ന് പറയുന്നത്. സോ ആ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മേക്കിനെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് കുറച്ചെങ്കിലും എല്ലാം ഒന്നും മനസ്സിലാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഒരു ജന്മം കൊണ്ട്. പക്ഷെ നമ്മളൊന്നും സന്യാസിമാരാകാൻ വേണ്ടിയിട്ട് അല്ല ഈ ബർത്തിൽ വന്നേക്കുന്നത്. എസ്പെഷ്യലി ഞാനിപ്പോൾ എൻ്റെ കാര്യം അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊന്നും ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും സന്യാസമോ അല്ലെങ്കിൽ ആത്മീയതയുടെ അങ്ങേ തലങ്ങളൊന്നുമല്ല. ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷനിൽ കുടുംബം നോക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസിലി അവനവൻ്റെ ലൈഫിനെ എങ്ങനെ മോൾഡ് ചെയ്യാം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കുറച്ചൊരു പ്രാക്ടിക്കൽ സെൻസിലാണ് കാര്യങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ സെൻസിൽ കാര്യങ്ങളെ കാണുമെന്ന് പറഞ്ഞാലും ഒരു ലോജിക്കൽ സെൻസിന് ഇവിടെ പ്രാധാന്യമില്ലെന്നും പറയാം. പ്രാക്ടിക്കലി ചിന്തിക്കുമ്പം ലോജിക്കിനും പ്രാധാന്യമില്ല. കാരണം ലോജിക്കലി അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് ഒരു ആശാൻ്റെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാം മനസ്സിലാക്കിയിട്ടല്ല അദ്ദേഹം കാറിൽ കയറുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങളും പതുക്കെ എല്ലാ ദിവസവും ചെയ്ത് ആ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മനസ്സിലാക്കി പിന്നെയാണ് എക്സ്പേർട്ടായി മാറുന്നത്. അപ്പോൾ എക്സ്പേർട്ടായി മാറുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ബോധ്യവും തുടക്ക കാലഘട്ടത്തിലുള്ള ബോധ്യവും രണ്ടായിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുന്നതല്ല നമ്മൾ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെത്തും. അപ്പം ഏറ്റവും വലിയ ഉഗ്രശക്തിയെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ഉഗ്രശക്തിയെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിലാണ് കുഴപ്പം. അപ്പോൾ ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യത്തെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ടാക്ടിക്സ് പറയാം. പക്ഷേ ഇത് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു അവയർനെസ് കിട്ടതേ ഉള്ളൂ. നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ പരിശീലിപ്പിക്കാതെ, നിങ്ങൾക്ക് ആ കേപ്പബിലിറ്റി ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങൾ എങ്ങനെ വേണേൽ ശ്രമിച്ചോളൂ. ഇത് പ്രാക്ടീസ് ചെയ്യാതെ പരിശീലിക്കാതെ നിങ്ങൾക്ക് കോൺക്യൂർ ചെയ്യേണ്ട കൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം നിങ്ങൾ നിൽക്കുന്ന എനർജി ലെവലിൽ നിന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയൊക്കെ വേണമെന്നിരിക്കട്ടെ. ഇപ്പോൾ സൈക്കിൾ ചക്ര വീക്കായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത് അവർക്ക് ഏത് ജോലി വേണമെന്ന് പോലും അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് പോലും ചെയ്യാതെ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് പലരും ഒരു ഈഗോ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലാതെ നിങ്ങളുടെ സെൻസ് മനസ്സിലാക്കി നിങ്ങളെ ഒന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഉണ്ടാവുന്ന ബോധം, അണ്ടർസ്റ്റാൻഡിങ് വേറെ ആയിരിക്കും. അത് സോൾഫുള്ളി ഉള്ളതായിരിക്കും. അപ്പോൾ വീണ്ടും എന്താണ് സോള്? മൈൻഡ്. സിമ്പിളാണ്. അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവനവന് ഗുണമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ സമ്മതിക്കാത്തതെന്തോ അതാണ് മനസ്സ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? എൻ്റെ മനസ്സല്ലേ എന്നെ കൊണ്ടെല്ലാം തോന്നിപ്പിക്കുന്നത്, എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം നേടാനല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്. യെസ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടം നേടാനാണ് നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ ഈ മനസ്സിൻ്റെ ഇഷ്ടം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഇവൻ ഒരു ജോലി കിട്ടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനം, ആ പഠനം പഠിക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്താലും അവിടെ എന്തുകൊണ്ടാണ് ചില ബ്ലോക്കുകൾ വരുന്നത്. അതേപോലെ ഏത് കാര്യത്തിനറിയാലും എന്താ ഒരു ബ്ലോക്ക് വരുന്നത്. മനസ്സിൻ്റെ ഇഷ്ടം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത്? ആ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആരാ? ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് മനസ്സാണോ ആത്മാവാണോ? ആത്മാവ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം മനസ്സിനെ കുറിച്ച് നമുക്കറിയാം. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റിയുടെ എല്ലാ സെൻസും യൂട്യൂബിലൂടെ ഇഷ്ടം പോലെ നോളജ് അവൈലബിൾ ആണ്. അപ്പോൾ ആൾക്കാർ ഇനി പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ അടുത്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ. കാരണം ഡേറ്റ ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇന്നത്തെ കാലത്ത്.
ഇപ്പോൾ ഇൻഫർമേഷൻ എത്ര നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് പ്രാക്ടീസ് ചെയ്യാതെയോ മനസ്സിലാക്കിയതെയോ എന്തായാലും ഉയർച്ചയിലേക്ക് പോകാൻ പറ്റത്തില്ല. അതിന് ഏത് വ്യക്തിയാണെങ്കിലും അല്ലേ, പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വ്യക്തിക്കും എവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല. അത് മണി ജനറേഷൻ ആണെങ്കിൽ പോലും അതും പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഏത് കാര്യവും വണ്ടി ഓടിക്കാനും അറിഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ ഏത് ജോലിക്കാണോ സ്കില്ല് വേണ്ടത് ആ സ്കില്ല് ഉണ്ടാവണമെങ്കിലും അവിടെ ഒരു പ്രാക്ടീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏത് കാര്യത്തിലും നിങ്ങളുടെ പ്രാക്ടീസിലാണ് നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളത് സ്കിൽഫുൾ ആവുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ തടയുന്ന മനസ്സ്, ഇപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം, സ്പിരിച്വലി സംസാരിച്ചാൽ സഞ്ചിത ജനിതക ആർജിത കർമ്മത്തിലൂടെ ക്രിയേറ്റ് അയക്കുന്നതാണ് മനസ്സെന്ന് പറയുന്നത്. ഇപ്പോൾ സഞ്ചിത ജനിതക ആർജിത കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട്. ജനിതകം എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നും അമ്മയുടെ വയറ്റിലുള്ള കാലഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, കുറേ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, അവർ പ്രഗ്നൻസിയൊക്കെ അവർ ആഘോഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ അറിയാം പണ്ടത്തെ പോലൊന്നുമല്ല, അവർ വളരെ ആഘോഷിച്ചൊക്കെ നിന്നതിലൂടെ ജനിക്കുന്ന കുഞ്ഞിനും അത്രയും ഒരു കാലിബറും കേപ്പബിലിറ്റിയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഒരു 10-20 വർഷം പുറകോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു 10 വർഷം പുറകോട്ടൊക്കെ ഇപ്പോഴും പല വീടുകളിലും വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് കുഞ്ഞിനെ ആ പ്രഗ്നൻസി ടൈം പീരീഡൊക്കെ ഉള്ള ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അടുത്തത് സഞ്ചിതം. സഞ്ചിതം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മമാണ്. ഇപ്പോൾ പൂർവ്വജന്മം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇന്നിപ്പം വളരെ വളരെ കോമൺ ആയിട്ട് ആൾക്കാർക്ക്, അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് അറിയാം ഒരു ജന്മം ഉണ്ടായിരുന്നു മുമ്പിൽ കണ്ടത്. അത് സമ്മതിക്കാത്ത ആൾക്കാരെന്ന് പറയുന്നത് വളരെ കോമഡിയാണ് അവരുടെ കാര്യം. കാരണം അവരൊരു കാര്യം സമ്മതിച്ചാൽ പിന്നെ എല്ലാം സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം റെസിസ്റ്റ് ചെയ്യാന്നുള്ളതേ അവർക്ക് പറ്റുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ സഞ്ചിതം എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ എങ്ങനെ അവസാനിപ്പിച്ചോ അങ്ങനെ വന്ന് കയറത്തേ ഉള്ളൂ. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലം നമ്മുടെ അച്ഛനെയും അമ്മയും പോലും ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ജന്മം എടുത്തേക്കുന്നത് തന്നെ അല്ലേ. അപ്പോൾ ഈ ജന്മം എടുത്തതിന് പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ജന്മോദ്ദേശത്തിലേക്ക് പോകുന്ന വ്യക്തികൾക്കേ ഉള്ളൂ ലൈഫിൽ ഉറച്ചു ഉണ്ടാകത്തുള്ളൂ. ആ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാം സ്പിരിച്വലി ഒന്നുമല്ല. ചിലപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നിങ്ങളായിരിക്കും നിയമിക്കപ്പെട്ട വ്യക്തികൾ. പക്ഷെ നിങ്ങളതിനേക്ക് ഇറങ്ങാതെ നിങ്ങൾ പകച്ച് പുറകോട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ പല പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യത്തിന് എഫക്റ്റും ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. സഞ്ചിത കർമ്മത്തെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആവറേജ് ഐഡിയ നിങ്ങൾക്ക് കിട്ടാം സഞ്ചിത കർമ്മം. ഇനി സഞ്ചിത കർമ്മം ഒന്ന് വിട്ടോ, ഇനി അത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണ് വിശ്വസിക്കേണ്ട. അടുത്തത് എന്താ, ആർജിത കർമ്മമുണ്ട്. അതായത് 0 മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ 0 മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ കുഞ്ഞ് എങ്ങനെ വളരുന്നു, ആരുടെ കൂടെ വളരുന്നു, ആരാ കുഞ്ഞിനെ മോൾഡ് ചെയ്യുന്നു, ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്, ആ കാലഘട്ടത്തിൽ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇടത്തരക്കാരാണ്, നമ്മളെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പോക്കാണ്, നമുക്ക് പൈസ ഇല്ലാത്തവരാണ്, കഷ്ടപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സിനെ ഒരു രീതിയിലും ഡെവലപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ചിന്തകളാണ് പറഞ്ഞു പഠിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുഞ്ഞിനെ സ്വാധീനിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഫ്രെയിം ചെയ്യപ്പെട്ടേക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആയിരിക്കും. അത്തരത്തിലുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്ത് അവൻ്റെ ബിലീഫ് സിസ്റ്റവും മനസ്സ് ആ രീതിയിലായിരിക്കും ഫ്രെയിം ചെയ്യുന്നത്. മനസ്സെങ്ങനെ ഫ്രെയിം ചെയ്യുന്നു, അവൻ പ്രോഗ്രാം ചെയ്യപ്പെട്ട രീതിയിൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മൈൻഡ്, പ്രോഗ്രാംഡ് മൈൻഡിന് ഇൻ്റലക്ച്വൽ പവർ ഉണ്ടാവില്ല. ഇൻ്റലക്ച്വൽ പവർ എവിടുന്ന? ഫ്രം ദ സോളിന് എവിടുന്ന? ഫ്രം ദ യൂണിവേഴ്സ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ സെൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അവന് പഠിച്ചു വെച്ചത് കാര്യങ്ങൾക്ക് മാത്രമേ അവൻ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ, എല്ലാ കാര്യത്തിലും. അല്ലാതെ അവൻ എക്സ്റ്റേണൽ സിറ്റുവേഷൻസിനെ സെൻസ് ചെയ്യാൻ പറ്റത്തില്ല, നിമിത്തങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത്, ഓരോ മരത്തിൻ്റെയും പ്രത്യേകത എന്താണെന്നും ഇന്നടത്ത് പോകരുതെന്നൊക്കെ. പക്ഷേ ഇപ്പം നമുക്ക് വയനാട് ദുരന്തം തന്നെ മനസ്സിലാക്കാം. മൃഗങ്ങൾക്ക് മനസ്സിലായി അവിടെ ദുരന്തം വരാൻ പോകുന്നത്, മനുഷ്യന് മനസ്സിലായില്ല. കാരണം ഇൻ്റലക്ച്വൽ പവർ ഇല്ല. അപ്പം മനസ്സ് പറയുന്നതാണോ സോൾ പറയുന്നതാണോ? ഇതിൽ ആര് പറയുന്നത് കേൾക്കും? മെജോറിറ്റി ആൾക്കാരും മനസ്സ് പറയുന്നത് കേൾക്കും. മനസ്സ് പറയുന്നത് കേൾക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലാണ് 90% ആൾക്കാർ ഈ ലോകത്തുള്ളത്.
അതുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരും ഒരു ഇടത്തരം കുടുംബത്തിലും ഇടത്തരം ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ അതിനെ കംഫർട്ട് സോൺ, അവരുടെ കംഫർട്ട് വെളിയിൽ നിന്ന്, സോളിൽ നിന്നും. അപ്പോൾ സോളിൽ നിന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിർബന്ധമില്ല, എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കൃത്യമായ വിഷനോടുകൂടി ഇൻ്റലക്ച്വലി സ്ട്രോങ് ആണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരും, അവരുടെ ലൈഫിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. ആ ഡെവലപ്മെൻറ്റ് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? അവരുടെ സോള് കാണിച്ചു തരുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്, കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് രണ്ടിനെയും തിരിച്ചറിയാൻ കഴിയേണ്ട ഏരിയ ഏതാണ്? ബോധം, കോൺഷ്യസ്നസ്. മനസ്സാണോ ആത്മാവാണോ? മനസ്സാണോ ആത്മാവാണോ? ഇവിടെ നിന്നുള്ള ഏത് തീരുമാനം എടുക്കണം? നിങ്ങളിതൊന്നും അറിഞ്ഞില്ലെങ്കിലും, ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കില്ലെങ്കിലും, മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിലും, ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. അത് വേണോ ഇത് വേണോ, അത് വേണോ ഇത് വേണോ. അവന് ഗുണമുള്ള കാര്യമാണെന്ന് അറിഞ്ഞാലും നിങ്ങൾ ചെയ്യത്തില്ല പല കാര്യങ്ങളും. കാരണം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അത്തരത്തിൽ പ്രോഗ്രാം ചെയ്തേക്കുന്ന മൈൻഡാണ്. അത്തരത്തിൽ പ്രോഗ്രാം ചെയ്ത മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാതെ ഒരിക്കലും അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അത് സാധാരണക്കാരൻ എന്ന് മനസ്സിലാക്കുന്നോ അന്നേ അവൻ്റെ ലൈഫിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. റീപ്രോഗ്രാം ചെയ്യാത്ത ഒരു വ്യക്തിക്കും, അതായത് മനസ്സ് എങ്ങനെ പ്രോഗ്രാമായോ അത് തിരിച്ച് ചിന്തിക്കുന്നതല്ല ഈ പറയുന്ന റീപ്രോഗ്രാമിംഗ് പറയും. ഇപ്പോൾ വളരെ ദുഃഖിച്ച് നിന്നിട്ട് എല്ലാം ഓക്കെ എന്ന് പറയുന്നതല്ല റീപ്രോഗ്രാമിംഗ്. അതാണ് അടുത്ത വിഡ്ഢിത്തരം. അങ്ങനെ ഒരു സാധനമില്ല. നിങ്ങൾ വളരെ ദുഃഖിതനായിട്ട് നിന്നിട്ട് എല്ലാം ശരിയാവും, അതൊരിക്കലും റീപ്രോഗ്രാമിംഗ് അല്ല. മനസ്സിലായി? റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിൻ്റെ ബേസ് തട്ടിൽ, ഇപ്പം നമ്മുടെയൊക്കെ സെൻസിലാണെങ്കിൽ അതിൻ്റെ ബേസ് തട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓരോ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇറങ്ങി സംസാരിക്കും, മനസ്സിലാക്കും, അവരെ കാണിച്ചു കൊടുക്കും. അത്തരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ റീപ്രോഗ്രാമിംഗ്, അപ്പോൾ ആ റീപ്രോഗ്രാമിങ്ങിൽ സംഭവിക്കുന്ന എനർജിയാണ് നമുക്ക് വേണ്ട എനർജി. അല്ലാതെ നിങ്ങൾ എവിടെ നിൽക്കുന്ന ലെവലിൽ നിന്ന് എടുക്കുന്ന ഡിസിഷനല്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പ്രാക്ടീസ് ചെയ്ത് തുടക്ക കാലഘട്ടത്തിൽ ചെയ്യുന്ന ഡിസിഷൻ ആവില്ല, കുറച്ച് കഴിയുമ്പോൾ അവർ എടുക്കുന്നത്. ആ കുറച്ച് കഴിയുമ്പോൾ എടുക്കുന്ന ഡിസിഷനായിരിക്കും അവരുടെ ലൈഫിലേക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാത്തൊരു വ്യക്തിക്കോ അവനവനെ പ്രാക്ടീസ് എന്താ ചെയ്യുന്നത്? അവനവൻ്റെ ഇന്നറിലേക്ക് ഓരോ രീതിയിലും പല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു അതിൻ്റെ ശക്തി, ആധാര ചക്രങ്ങളുടെ എനർജി ലെവൽ ഹൈ ആക്കണ്ടേ, ഓറയുടെ ലെവൽ ഹൈ ആക്കണ്ടേ. ഹൈ ഓറയിൽ നിന്ന് എടുക്കുന്ന ഡിസിഷനും ലോ ഓറയിൽ നിന്ന് എടുക്കുന്ന ഡിസിഷനും രണ്ടല്ലേ. ദാറ്റ് മീൻസ് ഇമോഷണലി വീക്കായിട്ട് എടുക്കുന്ന ഡിസിഷനും ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് എടുക്കുന്ന ഡിസിഷനും രണ്ടല്ലേ, സിംപ്ലി. അപ്പോൾ ഇതിനെയൊക്കെ സമ്മതിക്കാത്ത മൈൻഡ്. എല്ലാവരും മനസ്സിൻ്റെ തൃപ്തിയാണ് നോക്കുന്നത്, കംഫർട്ടാണ് നോക്കുന്നത്, അല്ലേ? മനസ്സിൻ്റെ കംഫർട്ടിനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം, മീഡിയേറ്റർ, ആ പറയുന്ന ബോധത്തിലേക്ക് നമ്മളെ കോൺഷ്യസ്നസ്, ആ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്ന വ്യക്തിക്ക് നല്ലത്. അവർ ഗുണമേത് മോശമേത്, ഗുണമേത്, എനിക്കെന്ത് വേണം എന്ത് വേണ്ട. ഇപ്പം എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടതായിരിക്കണം എന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് വേണ്ടത് ചിലപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്നില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മളുടേതായ വഴിക്കൂടെ പോകുമ്പോൾ മാത്രമേ ഈ ലോകത്തിന് പുതിയ ഒരു ഉണർവുണ്ടാകത്തുള്ളൂ. അല്ലാതെ പഴയ ഫ്രീക്വൻസിയിലല്ല. ലോകത്തിന് പുതിയ ഫ്രീക്വൻസിയിലേക്ക് ചിന്തിക്കാനും അതനുസരിച്ച് കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളെ ഈ പ്രപഞ്ചം വളർത്തും. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര സുഖം കിട്ടുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ഭയങ്കരമായിട്ട് സൊസൈറ്റിയും ഇതിനെ എല്ലാം തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നാൾക്ക് നാൾ നിങ്ങൾക്ക് വിപരീതമായിട്ട്, നിങ്ങളുടെ സോളിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ചെയ്താലും കിട്ടുന്ന ഫലമെല്ലാം നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മനസ്സ് വേറെ, ആത്മാവ് വേറെ. അവനവന് ഗുണമുള്ള കാര്യം പോലും എല്ലാവർക്കും അറിയാം മൈൻഡ് റീപ്രോഗ്രാമിംഗ് വേണമെന്ന്. 100 കാര്യം കണ്ടുപിടിക്കും മനസ്സ് അത് ചെയ്യിക്കാതിരിക്കാൻ. അതാണ് മൈൻഡ്. കർമ്മ നമ്മൾ എന്താ പറയുവാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. കർമ്മ അനുവദിക്കില്ല. അപ്പം കർമ്മ പറയുന്നത് കേൾക്കണോ, ആത്മാവ് പറയാം. അപ്പോൾ ആത്മാവ് എന്താണ്? ആത്മാവ് എവിടെ നിന്ന് വരുന്നു അറിയാം. ഇനി അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആത്മാവിൻ്റെ ഊർജത്തിനേക്കാൾ മുകളിൽ കർമ്മ കളിക്കുന്നുണ്ട്. യെസ്, അതുകൊണ്ടാണല്ലോ നമ്മൾ ജന്മം എടുത്തേക്കുന്നത്. സോ ആത്മാവിൻ്റെ ഊർജ്ജം നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ കർമ്മയെ അതിജീവിച്ച് ഈ
സൊസൈറ്റിയിൽ ബോധത്തിൽ ആത്മാവും ബോധവും ഒരു എന്താ പറയുക ലൈൻ എന്ന് പറയുക ഒരു വരാന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും ഇൻ്റർ കണക്റ്റഡാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡാവും. ആ പോയിന്റ് എത്താൻ ഉള്ള പരിശീലനം, അതിനുള്ള ഒരു ഉപാസനയാണ് എല്ലാവരും പല ആംഗിളിൽ പല രീതികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏത് കൃത്യമാകുന്നു ആ കൃത്യമാകുന്നതിനനുസരിച്ച് പെട്ടെന്ന് റിസൾട്ട് വരും. അപ്പോൾ വീണ്ടും ചോദ്യം, ആത്മാവ് പറയുന്നതേക്കണോ മനസ്സ് പറയുന്നതേക്കണോ? നിങ്ങളുടെയാണ് തീരുമാനം.